ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഒരു വേദഭാഗം ആമേൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്ന് ഒറ്റ സെക്കൻഡിൽ ആ ഭാഗം ഒന്ന് വായിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. തീത്തോസിൻ്റെ പുസ്തകം ടൈറ്റസ് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. തീത്തോസ് 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതുനിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക. പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി ഈ ചില മിനിറ്റുകൾ തുറക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ കേട്ടെ. ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ചേർന്ന് പറഞ്ഞ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക. ആ വാക്കൊന്ന് പറഞ്ഞ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക. ഒന്നുകൂടെ പറഞ്ഞ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവസഭ എന്നുള്ള ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട്, ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പകലിലും കർത്താവ് എന്നോട് പ്രസംഗിക്കാൻ ഏൽപ്പിച്ച ഒരു വേടെന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള സഭയെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ആരോഗ്യമുള്ള സഭ. ചേർന്ന് പറഞ്ഞ ആരോഗ്യമുള്ള വേണ്ടിയില്ലല്ലോ ആരോഗ്യമുള്ള സഭ, ആരോഗ്യമുള്ള സഭ. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാണ് ആരോഗ്യമുള്ള ഒരു സഭ ഈ ഭൂമിയിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് തൻ്റെ രക്തം ഈ ഭൂമിയിൽ ചൊരിയപ്പെട്ടത്. അതിനുവേണ്ടിയാണ് ഇവിടെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ടീച്ചർമാരെയും ആമേൻ എല്ലാവരെയും കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ചർച്ച എന്തായി മാറണം? ആരോഗ്യമുള്ള സഭയായി മാറണം. ചേർന്ന് പറഞ്ഞ് ആരോഗ്യമുള്ള ചർച്ചായി മാറണം. എങ്ങനെ ഒരു സഭയെ ആരോഗ്യമുള്ള ചർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റും? ആരോഗ്യമുള്ള ചർച്ച നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഒരു ബ്രദറൻ ചർച്ചുകാർ ഹയർ ചെയ്തിട്ടുണ്ട്. 2 മണി തൊട്ട് 6 മണി വരെയുള്ള 4 മണിക്കൂർ നീണ്ട സമയത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ഇവിടം വരെയും ചെയർ ഇട്ടിട്ടാണ് ആൾക്കാരിരിക്കുന്നത്. ആൾക്കാരുടെ എണ്ണം കൂടുന്നതാണോ ആരോഗ്യമുള്ള ചർച്ച്? ഞാനിങ്ങനെ പറയുന്നു, നമ്മൾ ഇട്ടിരിക്കുന്ന ചെയർ, ഞാൻ വിശ്വസിക്കുന്ന ഈ ചെയറൊക്കെ നിറച്ച് ആൾക്കാർ ഇവിടെ വന്നിരിക്കും. പക്ഷേ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്, ആമേൻ സ്തോത്രം, ഈ ഇട്ടിരിക്കുന്ന ചെയർ മുഴുവൻ ആൾക്കാർ വന്നിരുന്ന് പോയി എന്നുള്ളതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ് എനിക്ക് നൽകിയ ഒരു ദർശനത്തിനകത്തുനിന്നുകൊണ്ട് പറയാം, അതിനേക്കാളും ഉപരി എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നാണെന്നറിയാമോ? ഇരിക്കുന്നവരുടെ അകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ആത്മാവും നിറയുമ്പോഴാണ് ആ ചർച്ച ആരോഗ്യമുള്ള ചർച്ചായി മാറുന്നത്. നിറച്ച ആൾക്കാരുണ്ട്, നിറച്ച് തിങ്ങി വിങ്ങി ആൾക്കാരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെയുള്ള അബണ്ടൻസിനെ വിശ്വസിക്കുന്നു. ദൈവസഭ 1000 കൊണ്ടും 10,000 കൊണ്ടും ലക്ഷങ്ങൾ കൊണ്ടും ഈ രാജ്യത്ത് ദൈവം നമ്മളെ നിറയ്ക്കും. അപ്പോൾ തന്നെ നമ്മുടെ സ്വപ്നം മാറരുത്. അകത്ത് വരുന്നവൻ്റെ അകത്ത് എന്ത് വെളിപ്പെടണമെന്നറിയാമോ? ക്രിസ്തു വെളിപ്പെട്ടില്ലെങ്കിൽ, അമ്മ സിസ്റ്ററെ, 100 പേരിയ്ക്കുന്നതിനും 10 പേരിയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? 10 പേരിയ്ക്കുന്നവരുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അതാണ് ആരോഗ്യമുള്ള സഭ. ആമേൻ. ഒരു ചർച്ചിലൂടെ, ഒരു കോൺഗ്രിഗേഷനകത്തൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ അവർ വളരപ്പെടണം. പറഞ്ഞ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? അവർ വളരപ്പെടണം. അപ്പോൾ അകത്തെന്ത് വളരണം? ക്രിസ്തു വളരണം. ഹല്ലേലൂയ. ക്രിസ്തു എന്ത് ചെയ്യണം? അകത്തു വളരണം. ആമേൻ. ഇപ്പം ആരോഗ്യമുള്ള ഒരു ചർച്ചിൻ്റെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യം വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? എന്നെപ്പോലെ വലിപ്പം വണ്ണം വെക്കുന്നതിനാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതല്ലേ? സമിതി ചേച്ചി, എന്നെപ്പോലെ വണ്ണമുള്ളതിനാണ് ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത്. പറഞ്ഞേ, ആണോ അല്ലേ ബ്രദറെ? അല്ല. ആമേൻ സ്തോത്രം. എനിക്ക് ഭയങ്കര വലിപ്പമുണ്ട്. എല്ലാവരും പറയുന്നു ജോമോൻ ഭയങ്കര ആരോഗ്യമുള്ള ശരീരമാണ്. പക്ഷേ പുറത്തൂടെ ഒരു മഴ പെയ്താൽ മതി, ജോമോന്
ഭയങ്കര തുമ്മലാണ്, പുറത്തൂടെ എന്തെങ്കിലും ഒരു സാധനം അതുവഴി പോയാൽ മതി, അതെല്ലാം ജോമൻ എന്ത് ചെയ്യും? എനിക്ക് ശരീരത്തിന് വലിപ്പമേ ഉള്ളൂ, ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. പക്ഷേ ഞാൻ ആത്മാവിലൊരു വാക്ക് പറയാം, നിന്റെ ശരീരത്തിൻ്റെ വലിപ്പമല്ല ദൈവസഭയുടെ വലിപ്പം എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഇതാരാ മനസ്സിലാകുന്നത്? ക്രിസ്തുവിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും അതൊന്നും നിന്നെ തൊടത്തില്ലെന്നുള്ള ആ ഒരു അധികാരത്തിൻ്റെ മനോഭാവത്തിനകത്ത് നിങ്ങൾ നിൽക്കുക. ഹല്ലേലൂയ. എന്താ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ഒരു 10 മിനിറ്റ് ആരോഗ്യമുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കണം. ആമേൻ. ഇതൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ഇതൊന്നും നമ്മളെ തൊടത്തില്ല. ആമേൻ, സ്തോത്രം. ഈ 60കളിൽ 50കളിൽ 60കളിലൊക്കെ ആമേൻ ഒരു അന്യായമായിട്ട് കോടതി ചെന്നാൽ, 50കളിൽ 60കളിൽ നമ്മുടെ കേരളത്തിലെ കാര്യം വെച്ചാൽ പറയുന്നത്, ഒരു അന്യായമായിട്ട് കോടതിയിൽ ചെന്നാൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു സാധുവായ മനുഷ്യൻ വിശ്വാസിയാണ്, കോടതി ചെന്നാൽ ആമേൻ ജഡ്ജി അവനോട് ചോദിക്കും, നീ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, നീ ആരാണെന്ന് ചോദിച്ചാൽ അവൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ വേർപാടുകാരനാണെന്ന് അവിടെ ജഡ്ജിയോട് പറഞ്ഞാൽ, ജഡ്ജി അടുത്ത ഓർഡർ എന്നാണെന്നറിയാവോ? ആമേൻ, അവനെതിരെ പറഞ്ഞതിനോട് പറയും, നീ മിണ്ടിപ്പോകരുത്, നീ പൊക്കോണം, ഇവൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇവനൊരിക്കൽ പോലും ആ കളവ് പറയാൻ പറ്റത്തില്ല, ഇവനൊരിക്കൽ പോലും കളവ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവനെ നീതീകരിച്ച് വിടുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നച്ചാ. സമൂഹം മുഴുവൻ നോക്കി നിന്നിട്ട് ഇവനൊരു ദൈവവേദലാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു വിടാൻ തയ്യാറുള്ളവർ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ അവരുടെ പിൻതലമുറക്കാർ, അവരുടെ കൊച്ചുമക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആരാധിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ആരോഗ്യമുള്ള ശരീരമില്ലാതെ, ആരോഗ്യമുള്ള ആത്മശരീരമില്ലാതെ നമ്മൾ നടന്നാൽ, ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കേരള പെന്തക്കോസ്ത് ചരിത്രം കുമ്പനാട് അവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെയിറ്റ് കൂടുതലാണ്, അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. എൻ്റെ ബുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഉണ്ണുണ്ണി സാർ, അതായത് കെ എബ്രഹാമിൻ്റെ പപ്പ, IPCയുടെ ഏറ്റവും മേളിരുന്നയാൾ, സ്തോത്രം, ഈ റാന്നിയിലും സ്തോത്രം കൺവെൻഷൻ നടത്തുമോ? ഭയങ്കരമായ കൺവെൻഷൻ, പണ്ടത്തെ കാലത്ത് നടക്കുന്ന കൺവെൻഷനാണ്. പണ്ടത്തെ കാലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ഐത്തല എന്ന് പറയും, റാന്നി ഐത്തലയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ 3 ദിവസത്തെ കൺവെൻഷന് 2 ദിവസം ഭംഗിയായിട്ട് നടന്നു. 3-ാമത്തെ ദിവസം ഭയങ്കരമായ കാർമേഘമൊക്കെ മൂടി ഇങ്ങനെ മഴ താഴെ വീഴുമെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്തോത്രം, ഈ ഉണ്ണുണ്ണി സാറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ലെന്നറിയാമോ? കെ എബ്രഹാം സാറിന്, ഉണ്ണുണ്ണി സാർ എന്ന് പറഞ്ഞാൽ കെ എബ്രഹാം സാർ തന്നെ, അദ്ദേഹത്തിന് സമാധാനമില്ല. അദ്ദേഹം ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ അതുവഴി ഇതുവഴി എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലെ കല്ല് വെട്ടുന്ന ഒരു മത്തായിച്ചനുണ്ട്. കല്ല് വെട്ടുന്ന, അതായത് മൺകല്ല് വെട്ടുന്ന, വെട്ടുകല്ല് വെട്ടിയെടുക്കുന്ന, മനസ്സിലായി? വെട്ടുകല്ല് വെട്ടുന്ന ഒരു മത്തായിച്ചൻ താഴെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉപദേശി ഇങ്ങനെ ടെൻഷൻ എടുത്ത് മേളിക്കൂടെ നടക്കുന്നത് കണ്ട് താഴെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഉപദേശി എന്തിനാ ഇങ്ങനെ ഭാരപ്പെട്ട് നടക്കുന്നേ? മേളിൽ നിന്നുണ്ട് ഉപദേശിയുടെ മറുപടി, നീ കണ്ടില്ലേ മഴ മുഴുവൻ കയറി നിൽക്കുക, മഴ വീണാൽ ഇന്നത്തെ നമ്മുടെ കടിശ യോഗം, അവസാനത്തെ മീറ്റിംഗ് വല്ലാത്ത രീതിയിൽ സ്തോത്രം, മഴയൊക്കെ കാരണം ആൾക്കാർ വരാതിരിക്കും, ഈ മീറ്റിംഗ് അലമ്പായി പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ താഴെ നിന്ന മത്തായി, സ്തോത്രം, ഈ മത്തായി എന്ന് പറയുന്ന വെട്ടുകാരനുണ്ടല്ലോ, അവൻ പറഞ്ഞു, പാസ്റ്ററെ ഉപദേശിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉപദേശി പെരയ്ക്കകത്തോട്ട് കയറി, മുറിക്കകത്തോട്ട് കയറി, ഇന്ന് രാത്രി ജനത്തിന് കൈമാറാനുള്ള ദൂത് പ്രാർത്ഥിച്ചെടുത്തോ, മഴയുടെ കാര്യം ഞാൻ ഏറ്റെന്ന്. ആ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അതേ വേടാ പറഞ്ഞത്, മഴയുടെ കാര്യം ഇന്ന് പകൽക്കാലം അങ്ങനെ അയർലൻഡിൽ ഏറ്റെടുക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയാണ് ഞാൻ പറയുന്നത്. ഞാൻ സാധാരണക്കാരൊരു പെന്തക്കോസ്ത് സഭയിലല്ല പറയുന്നത്. ഇൻ ക്രൈസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ആരും ഏറ്റെടുക്കാത്തത്, ആർക്കും വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കും. ആമേൻ. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ അങ്ങനെയല്ലേ? ആ താഴെ നിന്ന് മത്തായിച്ചൻ പറഞ്ഞെന്ന്, അച്ഛാ പാസ്റ്ററെ അങ്ങ് ദൂതൊക്കെ തയ്യാറാക്കാൻ മുറിക്കകത്ത് കയറിക്കോ, മഴയുടെ കാര്യം മത്തായിച്ചൻ ഏറ്റെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഏറ്റെടുക്കാൻ സ്തോത്രം രഞ്ജു ബ്രദർ തയ്യാറാണ്. അയർലൻഡിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഡബ്ലിൻ 50യുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഡബ്ലിൻ 9ന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ തയ്യാറുള്ള മത്തായിമാർ ഇതിനകത്തു എഴുന്നേൽക്കട്ടെ. ഞാൻ അവരെ നോക്കി പറയും, ആരോഗ്യമുള്ള സഭയാണ് നീ.
ലാഷ്മാട്ടാല ഹസ്മിയാം തര. ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എഴുതി വെച്ചല്ല ഞാൻ ഈ മെസ്സേജ് പറയുന്നത്, പക്ഷെ എൻ്റെ അകത്ത് നല്ല ബോധ്യമുണ്ട്. അടുത്ത പേജിൽ എഴുതി വെച്ചിരിക്കുക, അന്ന് രാത്രിയിൽ മഹായോഗം നടന്നു. ഒത്തിരി പേർ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. സ്നാനപ്പെടാൻ ഒത്തിരി പേർ കൈപൊക്കി. ആമേൻ. ഐത്തല ഭാഗത്ത് മഴ പെയ്തില്ല, എന്നാൽ 2 കിലോമീറ്റർ മാറി കനത്ത മഴ പെയ്തു. ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഉപദേശം വേണമെന്നില്ല, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന മത്തായച്ചന്മാർ എഴുന്നേറ്റാൽ, ആത്മാവി ശക്തിപ്പെട്ട ദൈവദാസന്മാർ എഴുന്നേറ്റാൽ നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു പോകുന്ന ഒരു വാതിലും കാണത്തില്ല. ഇത് ഞാൻ ആരെയോ നോക്കി പ്രവചിക്കുന്നു. നിന്റെ മുമ്പിൽ എന്ന് പറയുന്ന ഒരു വേടും കാണത്തില്ല. കാരണം നീ നിൽക്കുന്നത് ആരോഗ്യമുള്ള സഭയാണ്. ഇന്ന് പകൽ ചേർന്ന് വായകളെല്ലാം തുറന്ന് പറഞ്ഞ, ഞാൻ ആരോഗ്യമുള്ള സഭയാണ്, ഞാൻ ആരോഗ്യമുള്ള കൂട്ടത്തിനകത്താണ് നീ നിൽക്കുന്നത്. നിന്റെ വാക്കിന് വേണ്ടി ചിലർ കാതോർക്കുന്നു. നിന്റെ വാക്കിന് വേണ്ടി ചിലർ കാതോർക്കുന്നു, നീ പറയാൻ വേണ്ടി. ഇന്നലെ വരെ നിന്നെ മാറ്റി നിർത്തിയവർ നിന്റെ വേടിന് വേണ്ടി കാത്തിരിക്കുമെന്ന്. പെട്ടെന്ന് എനിക്കൊരു വാക്ക്, നമ്മുടെ ടിജോ പാഷന്റെ ഒരു മെസ്സേജ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിനകത്തൊന്ന് അനിലടൂർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, മഞ്ഞ് രാപ്പാർക്കും. ആ പാട്ട് എഴുതാനുള്ള കാരണം അതിനകത്തൊരു വരി കിടപ്പുണ്ട്. ഒന്ന് ദൈവാസന്മാരൊന്ന് എടുത്ത് വായിക്കാൻ പറ്റുമോ? ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് വായിച്ചേ. മഞ്ഞു കൊമ്പിന്മേൽ വന്ന് രാപ്പാർക്കും. ഓക്കെ, നിങ്ങൾ ആ വാക്യം കിട്ടുമ്പോൾ ഒന്ന് വായിക്കാൻ എന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആരോഗ്യമുള്ള സഭ, ആരോഗ്യമുള്ള സഭ, വിശ്വാസത്തിൽ ആരോഗ്യപ്പെടുക, വിശ്വാസത്തിൽ ആരോഗ്യപ്പെടുക. എനിക്ക് 1-2 വാക്കുകൾ ഈ 13-ാം അധ്യായ വാക്യത്തോട് ബേസ് ചെയ്ത് എനിക്ക് പറയാനുണ്ട്. ഒന്ന് വായിക്കാമോ? അതിൻ്റെ സിസ്റ്റേ, ആ വാക്കല്ല വേണ്ടേ, 5 തൊട്ടുള്ള വാക്യങ്ങൾ എഴുതുമ്പോൾ എന്താണ് ഈ വാക്യം എഴുതാൻ കാരണം? 5 തൊട്ടുള്ള വാക്യം എഴുതുമ്പോൾ ഞാൻ 4-ാമത്തെ വാക്യം വായിച്ചേ. ഏതാ? അതൊന്ന് ഓർത്ത് വെച്ചാണ് ഞാനിപ്പോൾ വായിക്കാം. 5 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രേത്തയിൽ നടക്കുന്നൊരു കാര്യമാണ്, ക്രേത്തയിൽ നടക്കുന്നൊരു കാര്യമാണ്. 5 മുതൽ അതിനകത്ത് നിങ്ങൾ വായിക്കണ്ട. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 5 തൊട്ട് 9, 10 വരെ ദേശത്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പൗലോസ് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കുന്നു. മൂപ്പന്മാരാര്, മൂപ്പന്മാരുടെ ക്വാളിറ്റി എന്ത്, ശുശ്രൂഷകരുടെ എന്തായിരിക്കണം എന്നൊക്കെ ആ വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളെടുത്ത് വായിക്കണ്ട. ആമേൻ, സ്തോത്രം. എന്തിനാ ഇങ്ങനെ ഒരു ദേശത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി ചിലരെ ദൈവം ആക്കി വെക്കുന്നറിയാമോ? ആ ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. നിങ്ങൾ കേട്ടില്ല. ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ് ദൈവം മൂപ്പന്മാരെ ദേശത്താക്കി വെക്കുന്നത്. ഇവിടെയും നമ്മളെ ദൈവം ആക്കി വെച്ചതിന് കർത്താവിൻ്റെ ആഗ്രഹം ദേശത്ത് എന്ത് ചെയ്യണം? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെ ആക്കി വെക്കുന്നു. 5 തൊട്ട് എനിക്കൊന്ന് 10 വരെയുള്ള വാക്യങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മൂല്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. അത് മാറ്റുക. ആമേൻ, സ്തോത്രം. എന്തിനാണെന്നറിയാമോ ഈ അവിടെ ആക്കി വെക്കുന്നത്? 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11-ാമത്തെ വാക്യം. ചിലവര് ഒരു ദേശത്തൊരു ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ആ ദേശത്ത് ആദ്യമേ കയറിയ ഒരു ദൈവപ്രവൃത്തിയല്ല നടക്കുന്നേ. ചിലതിനെ നമ്മൾ അടയ്ക്കണം. വിശേഷാൽ പരിച്ഛേദനക്കാർ അവരുടെ എന്ത് ചെയ്യണം? അടയ്ക്കണം. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ച് ദേശത്തൊരു സഭ എഴുന്നേൽക്കുമ്പോൾ അന്ന് വരെ ദേശത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ല? ഒരു ചർച്ചിൻ്റെ ക്വാളിറ്റി ഞാൻ പറയുന്നു, ആവശ്യകത പറയുകയാണ്. അയർലൻഡിൽ ആരോഗ്യമുള്ള സഭ എഴുന്നേൽക്കുമ്പോൾ ആ ദേശത്ത് ഇന്ന് വരെയും ക്രേത്തർ എന്ന് പറഞ്ഞൊരു കൂട്ടർ അവിടെയുണ്ട്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അരുതാത്തത് ഉപേക്ഷിക്കുന്നു, കുടുംബങ്ങളെ മുഴുവൻ മറിച്ച് കളയുന്നു. 12-ാമത്തെ വാക്യം. ഇവരാരാണ്? അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ. അവരിൽ ഒരുവൻ, ഒരു വിദ്വാൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്,
എന്നിട്ടാണ് 13-ാമത്തെ വാക്യം പറഞ്ഞത്. ആ സാക്ഷ്യം എന്താണ്? അവർ പറഞ്ഞ വാക്ക് കറക്റ്റ് തന്നെയാണ്. അപ്പം ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ആ ദേശത്തിൻ്റെ മേൽ അധികാരം പറഞ്ഞുകൊണ്ടിരുന്ന ചില ക്രേത്തരുണ്ട്, ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളെ പിടിച്ചടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ദേശത്തിൻ്റെ മേൽ അധികാരം പറയുന്ന ചില അധികാര ശക്തികൾ ദേശത്തുണ്ട്. ദൈവസഭ ദേശത്ത് ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ അധികാരങ്ങൾ ദേശത്തുടയപ്പെടണം, ആ അധികാരങ്ങൾ ദേശത്ത് തകരപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നു അധികാരമുള്ളവർ ഇതിനകത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ളവരെല്ലാവരും കീഴടങ്ങിയിരിക്കും. നിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ളവരെല്ലാവരും കീഴടങ്ങിയിരിക്കും. നിൻ്റെ ആലോചനയുടെ മുമ്പിൽ ഇങ്ങനെയുള്ളവരെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? കീഴടങ്ങിയിരിക്കും. ഇന്ന് പകൽക്കാലം കീഴടക്കുന്ന ദൈവപ്രവർത്തിക്കായി ആ കരങ്ങളൊന്ന് ഉയർത്തിയൊന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്, ദേശത്ത് ആരോഗ്യമുള്ള സഭ എഴുന്നേറ്റാൽ അതുവരെയും ദേശത്തിന് മേൽ അവകാശം പറഞ്ഞിരുന്ന മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, അങ്ങനെയുള്ളവരെല്ലാവരും അവിടെ കീഴടങ്ങും. എനിക്കൊന്ന് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഈ തുറന്നോസിൻ്റെ പാഠശാലയിൽ 3 വർഷത്തോളം പൗലോസ്ലീഹ അവിടെ ഇരുന്നുകൊണ്ട് വചനം പഠിച്ചവരെല്ലാം പുറത്തോട്ടിറങ്ങി മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരെല്ലാവരും പൗലോസിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരെല്ലാവരും പൗലോസിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പൗലോസിൻ്റെ കാൽക്കൽ അവരുടെ പുസ്തകങ്ങളെല്ലാം കൊണ്ടിട്ടിട്ട് അതെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? കത്തിച്ച് കളഞ്ഞെന്ന്. ഞാൻ പറയാം, ദേശത്ത് ആരോഗ്യമുള്ള സഭ എഴുന്നേറ്റാൽ, ദേശത്ത് ആരോഗ്യമുള്ള സഭ എഴുന്നേറ്റാൽ, ദേശത്ത് ആരോഗ്യമുള്ള സഭ എഴുന്നേറ്റാൽ മന്ത്രവാദികൾ തീരുമെന്നല്ല, പിന്നെ അവരുടെ മന്ത്രങ്ങൾക്ക് വില പോലും കിട്ടാത്ത രീതിയിൽ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങൾ ചിലതെല്ലാം കത്തി അമരുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വാ തുറന്ന് പറ. ആമേൻ. നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന സകല രേഖകളും, നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന സകല എഴുത്തുകളും, നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന സകല കൈ എഴുത്തുകളും ഇന്ന് പകൽ ക്രിസ്തുവിന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ തകരും. ദേശത്ത് ദൈവപ്രവൃത്തികൾ എഴുന്നേൽക്കട്ടെ. ഇതിനകത്ത് ശക്തന്മാരായ അഭിഷക്തിമതികൾ എഴുന്നേൽക്കട്ടെ. നീ കാല് വെക്കുമ്പോൾ ദേശത്തിന്റെ അധികാരങ്ങൾ പുറത്തു വരണം. ആമേ സ്തോത്രം. ഇങ്ങനെയല്ല, ഗന്നസരത്ത് എന്ന് പറയുന്ന ദേശത്തേക്ക് കർത്താവ് കാല് വെച്ചപ്പോൾ അവനെ റിസീവ് ചെയ്യാൻ വന്നത്, അവിടുത്തെ എയർപോർട്ടിൽ വന്നത്, സീപോർട്ടിൽ വന്നത് അവിടുത്തെ പാസ്റ്റേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് അല്ല വന്നത്. ആരാ വന്നെന്നറിയാമോ? ദേശത്തെ അടക്കി വാണുകൊണ്ടിരുന്ന, ദേശത്തെ പിടിച്ചു വച്ചിരുന്ന ആമേ സ്തോത്രം പൈശാചിക മണ്ഡലത്തിന്റെ പ്രതിനിധിയാ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഈ വാക്ക് പറയാം, നീ ഒരു ദേശത്ത് കാല് ചവിട്ടിയാൽ, സിമിൻ ബ്രദറെ, നീ ഈ രാജ്യത്ത് കാല് ചവിട്ടുമ്പോൾ നിന്റെ മുമ്പിൽ നടക്കുന്നത് എന്നാന്നറിയാമോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നവൻ നിന്റെ കൂടെ നിന്നിട്ട് ചിലതിനെ നിന്റെ മുമ്പിൽ നിന്നും മാറ്റിക്കളയും. ചില അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ചില പിശാചിന് ഇൻഫ്ലുവൻസ് ഉള്ളതിനെ എൻ്റെ കർത്താവ് അങ്ങ് അടച്ചു കളയും. ഞാൻ ഈ വേട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച പറയുന്നു. കർത്താവ് ചില വാതിലുകൾ അടയ്ക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കാമോ? ദൈവസം വരെ കർത്താവ് ചില വാതിലുകൾ അടയ്ക്കാൻ പോകണമെന്ന് പറയുന്നു. ആ വാതിൽ നിന്ന് നമ്മുടെ നന്മയുടെ വാതിലല്ല, പിശാചിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലതിനെ കട്ട് ചെയ്യാൻ പോകുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ചിലതെല്ലാം ഇന്ന് പകൽ അടയ്ക്കപ്പെടാൻ പോകണം. നിൻ്റെ കുടുംബത്തോട്, നിൻ്റെ വീട്ടിനകത്തോട്, നിൻ്റെ സ്പിരിച്വൽ ലൈഫിനോട്, നിൻ്റെ ആത്മീയ ജീവിതത്തോട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലം തുറന്നു വച്ചിരിക്കുന്ന ചില ഡോറുകൾ ഇന്ന് പകൽ നിൻ്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കാൻ പോകുന്നു. എൻ്റെ ദൈവം ചിലതിനെ അടയ്ക്കാൻ വേണ്ടി പോകുന്നു. ഈ രാജ്യത്ത് നിൻ്റെ മുമ്പിൽ ഇനി ഒരു ശക്തിക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരു ശക്തിക്കും നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ആ വാക്യം കൂടെ വായിച്ച തീത്തോസ് 1-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇവിടെ ദേശത്ത് മൂപ്പന്മാർ വേണം. കാരണം മൂപ്പന്മാർ വേണമെന്ന് പറയാൻ കാരണം ഈ ദേശത്ത് ക്രേത്തരുണ്ട്. അവന്മാർ ഭയങ്കരം സ്തോത്രം ഈ നുണ പറയുന്നവരാണ്. അവന്മാർ ദൈവസഭയെ ഇല്ലാതാക്കുന്നവരാണ്. അങ്ങനെയുള്ളവരുണ്ടെന്ന് അവരുടെ ഒരു വിദ്വാൻ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
നിങ്ങൾ വിശ്വാസത്തിൽ, 13-ാമത്തെ വാക്യം, നമ്മളിവിടെയല്ല. അതുകൊണ്ട് നിങ്ങൾ, ഈ സാക്ഷ്യം എന്നാണ്? 12-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞു, ആ സാക്ഷ്യം എന്നാന്ന്. 12-ാമത്തെ വാക്യം കേട്ടെ. 12, ക്രേത്തർ സർവ്വതാ ദുഷ്ടന്തുക്കളും മടിയന്മാരും പെരുവയറന്മാരും അത്രേ. അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ, അവരുടെ ഒരു പണ്ഡിതൻ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ആ സാക്ഷ്യം 13, ആ സാക്ഷ്യം. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു കൂട്ടത്തിന് നടുവിൽ സഭ എഴുന്നേൽക്കണമെങ്കിൽ, ഇങ്ങനൊരു കൂട്ടത്തിന് നടുവിൽ സഭ വളർന്നു കയറണമെങ്കിൽ, ഇങ്ങനൊരു കൂട്ടത്തിന് നടുവിൽ സഭയുടെ വിത്ത് പൊട്ടിമുളയ്ക്കണമെങ്കിൽ സഭ എന്തുള്ളവരായിരിക്കണം? വിശ്വാസത്താൽ. ചേർന്നാമേൻ പറഞ്ഞു, വിശ്വാസത്തിൽ. ആമേൻ. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകുക. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകുക. അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. തീത്തോസ് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. തീത്തോസ് 1-2 വാക്യങ്ങൾ. പറഞ്ഞേ, എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ. പൗലോസിനെ ഭയങ്കര അധികാരത്തോടെ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന വചനം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് എന്ത് ചെയ്യും? വചനം വെളിപ്പെടുത്തിയ. പറയാമോ, കേൾക്കുന്ന വചനം ഇന്ന് നമ്മളത് വചനമായിട്ട് സ്വീകരിക്കുന്നത്, നാളെ അത് ജീവനായിട്ട് മാറുമെന്ന്. തക്ക സമയത്ത്, ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ, തക്ക സമയത്ത് വചനം എന്ത് ചെയ്യും? വാ തുറന്ന് പറഞ്ഞോ, തക്ക സമയത്ത് നിന്റെ മേൽ വചനം വെളിപ്പെടും. തക്ക സമയത്ത് വചനം വെളിപ്പെടും. ഇത് പറഞ്ഞത് പൗലോസ്ലീഗ അല്ല പറഞ്ഞേ. അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നു. ഇത് പറഞ്ഞത് ആരാന്നറിയാമോ? തക്ക സമയത്ത് വചനം വെളിപ്പെടുമെന്ന് പറഞ്ഞത് ആരാണ്? ഭോഷ്കില്ലാത്ത ദൈവം. ചേർന്ന് പറഞ്ഞാമോ? ഭോഷ്കില്ലാത്ത വചനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭോഷ്കില്ലാത്ത ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് വചനം എന്ത് ചെയ്യും? ആരോഗ്യമുള്ള സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് വചനം വെളിപ്പെടുന്നതായിരിക്കണം. ഹെൽത്തി ചർച്ചിൻ്റെ പ്രത്യേകത, ഞാൻ വിശ്വസിക്കുന്നു. ഹെൽത്തി ചർച്ചിൻ്റെ പ്രത്യേകത, ആരോഗ്യമുള്ള സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന വചനം. അത് പറഞ്ഞതാരാന്നറിയാമോ? ഭോഷ്കില്ലാത്ത ദൈവം. ഇത് ഞാൻ നിങ്ങളോട് ദൂതായിട്ട് പറയുന്നു. ഭോഷ്കില്ലാത്ത ദൈവം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ എടുത്തിട്ട് പറ, നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞത് ജോമോൻ പാസ്റ്റർ അല്ല, പറഞ്ഞത് സാം പാസ്റ്റർ അല്ല, പറഞ്ഞത് അലിം ബ്രദർ അല്ല, പറഞ്ഞത് റൈസം പാസ്റ്റർ അല്ല, പറഞ്ഞത് ലോകത്തിലെ ഒരു മനുഷ്യനുമല്ല. ഭോഷ്കില്ലാത്ത ദൈവമാണ്. ദൈവം പറഞ്ഞതുകൊണ്ട് തന്നെ അത് സംഭവിച്ചിരിക്കും. ഞാനത് 100% വിശ്വസിക്കുന്നു. എന്നോട് ദൈവം പറഞ്ഞ വാക്ക് അതങ്ങനെ സംഭവിച്ചിരിക്കും. അവന് മാറാൻ പറ്റത്തില്ല. കാരണം അവൻ എന്നോട് ഉടമ്പടി ചെയ്തവനാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? ഭോഷ്കില്ലാത്ത ദൈവം ഒന്ന് പറഞ്ഞേ. ഭോഷ്കില്ലാത്ത ദൈവം പറഞ്ഞേ, പ്ലീസ് പറ. ഭോഷ്കില്ലാത്ത ദൈവം. ആമേൻ. ഭോഷ്കില്ലാത്ത ദൈവം. സുബിൻ ബ്രദർ പറഞ്ഞേ, ഭോഷ്കില്ലാത്ത ദൈവം. ദൈവം സകല കാലത്തിനു മുമ്പ് വാഗ്ദത്തം ചെയ്തത് നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അടുത്ത വാക്ക്, തൻ്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി എന്ന് പറഞ്ഞ് തുടങ്ങുക. ഭോഷ്കില്ലാത്ത. ഞാൻ ഈ വാക്ക് പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഭോഷ്ക്ക് അവന് പറയാൻ പറ്റത്തില്ല. പറയാമോ? ഭോഷ്ക്ക് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അവൻ പറഞ്ഞാൽ അതങ്ങനെ വെറുതെ പറഞ്ഞാന്ന് പറയാൻ, അറിയാതെ പറഞ്ഞാന്ന് പറയാൻ. നോ, ഭോഷ്കില്ലാത്ത ദൈവം. ചേർന്ന് പറഞ്ഞ ഭോഷ്കില്ലാത്ത ദൈവം. ഈ പട്ടണത്തിൽ പറയുന്ന സകല വാക്കുകളും ഹെൽത്തി ചർച്ചിൻ്റെ പ്രത്യേകതയാണ്. ഭോഷ്ക്ക് പറയാൻ പറ്റാത്ത ദൈവം, ഭോഷ്കില്ലാത്ത ദൈവം. എനിക്ക് നിങ്ങളോട് കുറേയധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഹെൽത്തി ചർച്ച്, ഈ ആരോഗ്യമുള്ള സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമല്ല സഭ. ആ ശരീരമല്ല സഭ. ആ ശരീരത്തിൽ ഏതാ രോഗത്തെ പിടിക്കാൻ പറ്റുന്നേ? ഒരു രോഗത്തിനും ആ ശരീരത്തെ പിടിക്കാൻ പറ്റത്തില്ല.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചപ്പോഴത്തേന് സ്തോത്രം, ഞാനിങ്ങനെ ഒരു പോർഷൻ ഞാൻ വായിച്ചപ്പോൾ ഞാനത് സ്റ്റെഫിക്ക് ഇട്ടുകൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ അത് പറയാൻ സമയമില്ല, നമുക്ക് അടുത്ത ആഴ്ച തന്നെ പറയാം. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഹെൽത്തി ചർച്ച്, കർത്താവിൻ്റെ ശരീരമേ ഹെൽത്തിയാണ്. കർത്താവിൻ്റെ ശരീരം ഹെൽത്തിയാണ്. നോക്കി യേശുക്രിസ്തു എന്ന് പറയുന്ന ആ ഹെൽത്തി ചർച്ചിനകത്ത് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ പ്രസംഗിക്കുന്നത് വചനം ഹെൽത്തി ഉള്ളതായിരിക്കും, നിന്റെ വർഷിപ്പ് ഹെൽത്തി ഉള്ളതായിരിക്കും. നിന്റെ പ്രാർത്ഥന ആരോഗ്യമുള്ള പ്രാർത്ഥനയായിരിക്കും. നിന്റെ മിഷനെ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, നിന്റെ മിഷൻ ഉണ്ടല്ലോ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്നോട് ദൈവം പറഞ്ഞ വേർഡുകൾ, അതെല്ലാം ഹെൽത്തി ആയിരിക്കും. നിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലൊരു ഡിസൈപ്പിൾഷിപ്പ് ഉണ്ടല്ലോ, അതുവരെ ഹെൽത്തി ആയിരിക്കണം. സ്വത്രം, ഹെൽത്തി റിലേഷൻഷിപ്പ്, ഹെൽത്തി ലീഡർഷിപ്പ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ഹെൽത്തി ചർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുകയാണ്. ഞങ്ങൾക്ക് ചുമ്മാ അതൊരു കൂട്ടം വേണ്ട, ഒരു ഹെൽത്തി ചർച്ച് ഞങ്ങൾക്ക് വേണം. ചേർന്ന് പറയാൻ പറ്റുമോ? ഹെൽത്തി മെസ്സേജ് ഞങ്ങൾക്ക് വേണം, ഹെൽത്തി പ്രീച്ചിങ് വേണം, ഹെൽത്തി വർഷിപ്പ് വേണം, ഹെൽത്തി പ്രെയർ വാരിയേഴ്സിന് ഞങ്ങൾക്ക് വേണം. എന്തെല്ലാം വന്നാലും ഞങ്ങളുടെ മിഷൻ നഷ്ടപ്പെട്ടു പോകരുത്. ആരോഗ്യമുള്ള സഭ, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ആരോഗ്യമുള്ള വിശ്വാസം. ഇന്ന് മകൾ ചേർന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പറഞ്ഞു, ഞാൻ ആരോഗ്യമുള്ള ചർച്ചിൻ്റെ പാർട്ടാണ്. ഇൻ ക്രൈസ്റ്റ് ചർച്ച് എന്നല്ല ഞാൻ പറഞ്ഞു, ആരോഗ്യമുള്ള, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ പാർട്ടാണ് ഞാൻ. ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ പാർട്ട്, ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ പാർട്ട്. ഒരു നിമിഷം ഹൃദയം തുറന്ന് പറഞ്ഞു, ആ ദൈവത്തിന് ഭോഷ്ക്ക് പറയാൻ അറിയത്തില്ല. എൻ്റെ ധൈര്യം, ഞാൻ ഈ രാജ്യത്ത് നിൽക്കുന്നതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്, എൻ്റെ ദൈവത്തിന് ഭോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ചേർന്നിരുന്ന ആരോഗ്യമുള്ള സഭ എന്ന് പറഞ്ഞേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, മാർവോട് ചേർന്നിരുന്ന ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ചുടുമതി യേശുവന്റെ കൂടെ മതി. അയ്യോ, ഇത് പാട്ട് പാടിക്കൊണ്ടിരിക്കരുത്. അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ കൂടെ മതി. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ഈ വേട് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്ന പാട്ടായത്. ആരോഗ്യമുള്ള സഭയുടെ പ്രത്യേകത, ഞാൻ ആ പോർഷൻ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിനകത്തൊന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചേ. ആരോഗ്യമുള്ള സഭയുടെ പ്രത്യേകത, അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആരെല്ലാം ഇല്ലെങ്കിലും അവന് ക്ഷീണം വരത്തില്ല. എൻ്റെ കയ്യിലൊരു പേപ്പർ കട്ടിങ് ഉണ്ട്. ഒരു ദേശത്ത്, പാലക്കാട് നെന്മാറ എന്ന് പറഞ്ഞ ദേശത്ത് മുഴുവനും ക്ഷാമം, കൊടിയ ക്ഷാമം. വെള്ളം കിട്ടാനില്ല, പൈപ്പ് ലൈനിൽ വെള്ളമില്ല. പക്ഷേ അവിടെ അമ്പല മൈതാനത്ത് നിൽക്കുന്ന ഒരു വലിയ ആല് മാത്രം ഭയങ്കര പച്ചപ്പോടെ വളർന്നു നിൽക്കുന്നു. ആൾക്കാർ മുഴുവനും അതിനെ ഒരു അത്ഭുത സിദ്ധിയുള്ള, അമ്പല മൈതാനം കൂടെ ആയതുകൊണ്ട് അത്ഭുത സിദ്ധിയുള്ള ആലെന്നെല്ലാവരും പറഞ്ഞേ. ദേശത്തെ സകല മരങ്ങളും ക്ഷീണിച്ചുണങ്ങിയിരിക്കുമ്പം ഒരു മരം മാത്രം ക്ഷീണിക്കാതെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുക. ആൾക്കാർ വന്ന് അതിൻ്റെ മുമ്പിൽ പൂജ ചെയ്യാൻ തുടങ്ങി. ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ അതിനെ ചുറ്റാനുള്ള കാര്യങ്ങൾ തുടങ്ങി. കാരണം ദേശം മുഴുവനും ക്ഷീണിക്കുന്നു, ദേശത്തെ മരങ്ങൾ മുഴുവനും ഉണങ്ങിയുന്നു. ഭയങ്കര വേനൽക്കും ചൂടോടെ ചൂടോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം.
ഒടുവിൽ എന്താ കാരണമെന്ന് അറിയത്തില്ല. വാട്ടർ അതോറിറ്റിക്കാർ വെള്ളം അടിച്ചിട്ടൊന്നും വെള്ളം പൈപ്പുകൾ ചെല്ലുന്നില്ല. അവർ കുഴിച്ച് വെള്ളം പോകുന്ന മെയിൻ പൈപ്പ് തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നാണെന്നറിയാമോ? ഈ ആലിൻ്റെ ഒരു വേരുണ്ടല്ലോ, ഈ പൈപ്പ് ലൈൻ പൊട്ടിച്ചിട്ട് പൈപ്പ് ലൈനകത്ത് കയറി കിടക്കുക ആള്. ദേശത്ത് മുഴുവൻ വെള്ളമില്ലാതെ വറ്റി ഉണങ്ങി പോകുമ്പോഴും ആമേൻ ആരും കാണാത്ത ആലിൻ്റെ വേളി പൈപ്പ് ലൈനകത്ത് കിടന്നിട്ട് ആമേൻ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന വെള്ളം വലിച്ചു കുടിച്ചിവൻ നല്ല മിടുക്കനായിട്ട് നിൽക്കുക. ഞാൻ പറയുന്നു, ആരൊക്കെ ക്ഷീണിച്ചു പോയാലും ഞാൻ പറയുന്നു, സുബ്രതരെ നീ ക്ഷീണിക്കരുത്. ആരൊക്കെ തളർന്നാലും നീ ക്ഷീണിക്കരുത്. ആരൊക്കെ മാറുന്നാലും നീ ക്ഷീണിക്കരുത്. എത്തി ചർച്ചിന്റെ പ്രത്യേകത ക്ഷീണമില്ലാത്ത ചർച്ച്, ക്ഷീണമില്ലാത്ത കൂട്ടം, ക്ഷീണമില്ലാത്ത കൂട്ടം. ഇതിനകത്ത് അങ്ങനെയുള്ളവർ എഴുതുന്നു, ഒറ്റയ്ക്ക് വിടത്തില്ല. ആ വരികൾ ഒന്നും കൂടെ ഒന്ന് ഡിസ്പ്ലേ ഇടാവോ? ആ 4 വരി. ആമേൻ. ഒറ്റയ്ക്ക് വിടത്തില്ല, നീ മാറിയിരിക്കത്തില്ല. നീ ഒറ്റയ്ക്കിരുന്നാലും അവിടെ നിന്റെ കൂടെ വരും. യോഹന്നാൻ അപ്പോസ്തലനെ പോലെ നാട് കടത്തപ്പെട്ടാലും നീ ഹെൽത്തി ചർച്ചാണ്. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ കൂടെ മതി. ഹെൽത്തി ചർച്ചക്കാര്യങ്ങളൊന്ന് ഉയർത്തി എന്ന് പറഞ്ഞേ. അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ കൂടെ മതി. ഹെൽത്തി ചർച്ചിന്റെ പ്രത്യേകത എന്നാന്ന്? നീ ഒറ്റയ്ക്കാകത്തില്ല. നിന്റെ അകത്ത് വർഷിപ്പ് തന്നെ വരും. നിന്റെ അകത്ത് വേട് തന്നെ വരും. ശിഷ്യത്വം നിന്റെ അകത്ത് തന്നെ കയറി വരും. സ്നേഹമെന്നോട് നീ ക്ഷീണിക്കത്തില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുക. ചേർന്ന് പറയാമോ? ഒറ്റയ്ക്ക് വിടത്തില്ല, ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ചുടുമതി യേശുവന്റെ. എൻ്റെ ഒരു പ്രാർത്ഥനാ സമയം മുഴുവൻ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. എന്നെ വിശ്വാസത്തിലേക്ക് നടത്തിയ എൻ്റെ പാസ്റ്റർ പപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ രാവിലെ വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബൈബിൾ എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ വരും. എവരിടെ അതെൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഞാൻ വരും. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം, പ്രാർത്ഥിക്കായിരുന്ന ചില പിള്ളേർ പറയും പപ്പ നിർത്തുന്നില്ല. ഞാൻ എല്ലാവരുടെയും വീട്ടിൽ വരും. അറിയാവുന്നവർ അറിയാമേലാത്തവർ എല്ലാം വീട്ടിൽ ഞാൻ ചെല്ലും. ഒരു ദിവസത്തെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ കളഞ്ഞൊരു വേട ഇത്. ഒരു ദിവസത്തെ പ്രാർത്ഥന മുഴുവൻ എന്നിൽ നിന്നും പോയി. ഞാൻ ഈ വചനം വായിച്ചിട്ട് ഞാൻ ഈ 4 വരി പാടിക്കൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് എന്നെ വിടത്തില്ല. ആരെല്ലാം മാറിയാലും ആരെല്ലാം മാക്കും, സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടത്തില്ലവൻ. ഒറ്റയ്ക്കു വിടുകയില്ല. ഹെൽത്തി ചർച്ചിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? നീ ഏകാന്തതയിൽ ഇരുന്നാൽ അവിടെ നിന്നെ ചാർജ് ചെയ്യിക്കവൻ. നീ വീടിന്റെ മുറിക്കകത്തിരുന്നാൽ അവിടെ നീ ചാർജ് ആകും. അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ. ഫാമിലിക്കകത്ത് ഹെൽത്തി ചർച്ച് എഴുന്നേൽക്കുന്നു. അന്ത്യം വരെ ചുടുമതി യേശുവന്റെ കൂടെ മതി. നമുക്കൊന്നൊന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. കരങ്ങളൊന്ന് പരസ്പരം ഒറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദത്തിലേക്ക് കയറാൻ പോയി. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റ മിനിറ്റ് ഒന്ന് കൈ കോർത്ത് പിടിക്കാമോ? ഒറ്റ മിനിറ്റ് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്. പറഞ്ഞു, എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം
പൗലോസ്ലീഹ പറയും, എന്നിലൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, എന്നിലൂടെ പറഞ്ഞ പ്രസംഗം, എന്നിലൂടെ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം, ഭോഷ്കില്ലാത്ത ദൈവം തൻ്റെ സമയത്ത് അവൻ നിവർത്തിക്കും. പറയാമോ? ഞാൻ കേട്ട വചനം, ഭോഷ്കില്ലാത്ത ദൈവം സമയത്ത് നിവർത്തിക്കും. ആരോഗ്യമുള്ള സഭയുടെ പ്രത്യേകത ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നിന്റെ ദൈവവചനം 137 സങ്കീർത്തനമല്ലേ പറഞ്ഞേ, അന്യദേശത്ത് ഞാൻ യഹോവയുടെ ഗീതങ്ങൾ എങ്ങനെ പാടും എന്നും പറഞ്ഞ് വർഷിപ്പ് ചെയ്യുന്ന കിന്നരമൊക്കെ അലരിവൃക്ഷത്തിന് മേലെ തൂക്കിയിട്ടിട്ട് നിരാശ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് പറയുന്നു, തൂക്കിയിട്ട് അലരിവൃക്ഷത്തിനകത്തുനിന്ന് ഈ വിലാപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ വിലാപത്തെ നൃത്തമാക്കിയവനെ നീ ആരാധിക്കുക. 137 സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ആമേൻ, പ്രവാസത്തിൽ പോയപ്പം പറയാണ്, ഞങ്ങൾ ഇനി എന്നത്തിനെ ആരാധിക്കുന്നേ, ഞങ്ങൾ ഇനി എന്നത്തിനെ വേട് കേൾക്കുന്നേ എന്നും പറഞ്ഞിട്ട് അവിടെ വന്നൊരു മരത്തെ അലരിവൃക്ഷം എന്ന് എഴുതിയിരിക്കുന്നേ. 137 സങ്കീർത്തനത്തിലാ അലരിവൃക്ഷത്തിന്മേൽ തങ്ങളുടെ കിന്നരങ്ങളൊക്കെ തൂക്കിയിട്ട് ദൈവത്തോട് പരിതാപം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹെൽത്തി ചർച്ചിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? തൂക്കിയിടത്തില്ല. അവൻ പറയും, ഞാൻ പത്മോസിൽ പോയ അവിടെ ആരാധിക്കും, പത്മോസിൽ ചെന്നാൽ അവിടെ ഞാൻ മുട്ടുമടക്കും. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, പ്രവാസത്തിൽ പോയവരൊക്കെ എന്ത് ചെയ്തു? ആ വേടൊന്ന് എടുത്തിട്ടെ, 137:2-1. ഇന്ന് പകൽ പുതിയ നിയമസഭ ഇവിടെ പറയും, ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ ഞാൻ പോയാലും ഞങ്ങൾ ക്ഷീണിച്ചു പോകത്തില്ല. ഇതൊരു വല്ലാത്ത കൂട്ടമാണ്. എത്ര വെയിലടിച്ചാലും അത് വാടത്തില്ല, എത്ര കാറ്റടിച്ചാലും അത് വീണ് പോകത്തില്ല. ക്രിസ്തുവിൽ അടയപ്പെട്ടവൻ, ക്രിസ്തുവിൽ മുദ്രയിടപ്പെട്ടവൻ ഒറ്റയ്ക്കു വീഴുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കൈകളാൽ ഈ 2 വരികള് ഞാനും സ്വപ്നയും കൂടെ പ്രാർത്ഥിക്കായിരുന്നപ്പോ ഞങ്ങള് എത്ര മണിക്കൂർ ആ വരികൾ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവം കൂടെയുണ്ട്. വീഴുകയില്ല, മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്ക് വീഴുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ചുടുമതി യേശുവന്റെ കൂടെ മതി. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വലിയ മഹത്വം വെളിപ്പെടണമേ. ദൈവസഭ ഇന്ന് പകൽക്കാലം ആരോഗ്യമുള്ള ചർച്ച എഴുന്നേൽക്കട്ടെ, ആരോഗ്യമുള്ള ചർച്ച എഴുന്നേൽക്കട്ടെ, ആരോഗ്യമുള്ള മിഷൻസ് ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. യൂദാസ് ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിന്നവർ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ യേശു കർത്താവ് മാറിയില്ല. ഇന്ന് പകൽ ആരോഗ്യമുള്ള ചർച്ച ഇവിടെ വരട്ടെ, ആരോഗ്യമുള്ള മിഷൻസ് ഇതിനകത്ത് വരട്ടെ, ആരോഗ്യമുള്ള വേട് ഞങ്ങൾ ഭക്ഷിക്കട്ടെ, ആരോഗ്യമുള്ള വർഷിപ്പ് ഞങ്ങൾ അനുഭവിക്കട്ടെ, ആരോഗ്യമുള്ള റിലേഷൻഷിപ്പ് ഞങ്ങളുടെ അകത്ത് വരട്ടെ, ആരോഗ്യമുള്ള ശിഷ്യത്വം ഞങ്ങളുടെ അകത്ത് വരട്ടെ. അത് ക്രിസ്തുവിലുണ്ടല്ലോ. ഞങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മേൽ തന്ന ആത്മീയ അധികാരത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രസംഗത്താൽ കേട്ട ദൈവത്തിൻ്റെ വചനം തക്ക സമയത്ത് ഭോഷ്കില്ലാത്ത ദൈവം അത് നിവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതൊരു ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഞാൻ പറയാം. നോഹയുടെ പെട്ടകം ഒഴുകി നടന്നത് മതി. പെട്ടകം താഴ്വാരത്തിലാണ് പണിതത്. അത് ഉറച്ചത് എവിടെയാണെന്നറിയോ ദേവാസിനെ? അരാരത്ത് പർവ്വതത്തിൻ്റെ മേളിൽ. നിന്റെ താഴ്വാരം, നിന്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യും. നേരത്തെ ദേവാസം പറഞ്ഞ പോലെ താഴ്വാരത്തിലാണ്. നോഹ പെട്ടകത്തിൽ കയറിയത് താഴ്വാരത്തിലാണ്. പക്ഷെ പെട്ടകത്തിൽ നിന്ന് നോഹ പുറത്തിറങ്ങിയത് എവിടെയാണെന്നറിയാമോ? പർവ്വതത്തിൻ്റെ മുകളിൽ. കർത്താവേ, അങ്ങനെ സംഭവിക്കട്ടെ. ചില ഒഴുകി നടക്കുന്ന പെട്ടകങ്ങൾ ഉറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം
എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും വന്നേക്കും കർത്താവിൻ്റെ നാൾ വരെയും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു. പോകരുത്. നമ്മുടെ കർത്താവ്